പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ഏറ്റുവാങ്ങിയിട്ടുള്ള സാറാണ്. ഏറ്റവും സഹിതമായിട്ട് തോന്നിയിട്ടുള്ള ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു അംഗീകാരം, ഒരു പദവി, അതെപ്പോഴാണ്? ആ ഒരു അനുഭവം പങ്കുവയ്ക്കാമോ? അങ്ങനെ പ്രത്യേകിച്ച് ഒന്നിനോട് നമുക്ക് പതിപ്പെന്ന് പറയാൻ പറ്റില്ല. എല്ലാ അവാർഡുകൾക്കും ഒരു അമ്മയ്ക്ക് കുഞ്ഞുങ്ങളെല്ലാം ഒരുപോലെ എന്ന് പറയും പോലെ എല്ലാ അവാർഡുകളും ഞാൻ എൻ്റെ ഹാർഡ് വർക്കും എൻ്റെ കുടുംബവും സപ്പോർട്ട് ചെയ്തതിൽ നിന്ന് എനിക്ക് കിട്ടിയാണ്. എനിക്കിപ്പോൾ 57 ലോക റെക്കോർഡുകളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ലോകത്തെ ഒരു ചിത്രകാരനും അത് കിട്ടിയിട്ടില്ല. പിന്നെ ഡോക്ടറേറ്റും. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചറിഞ്ഞാലേ അത് പറയാൻ പറ്റില്ല. ഇപ്പം ഞാനിപ്പോൾ മറ്റൊരാളോട് ഇത് പറയുകയാണെങ്കിൽ ഉടനെ പറയുമോ അവൻ്റെ ഒരു അഹങ്കാരമാണ്, അതൊക്കെ വെറുതെയാണ്, അല്ലെങ്കിൽ അത് പൈസ കൊടുത്ത് മേടിക്കാൻ. ഒരു അവാർഡുകളും നമുക്ക് പൈസ കൊടുത്ത് കിട്ടത്തില്ല. അതിൻ്റെ അനുഭവങ്ങളിലൂടെ നീങ്ങിയാൽ മാത്രമേ അതിൻ്റെ യാഥാർത്ഥികമായി അറിയാൻ പറ്റുള്ളൂ. എൻ്റെ ഹാർഡ് വർക്കാണ്. ഒരു ചിത്രത്തിന് വേണ്ടി 10-12 മണിക്കൂറുകൾ കഷ്ടപ്പെട്ട് 1 മീറ്റർ 70 സെൻറ്റി സൈസിലാണ് എൻ്റെ കാരിക്കച്ചറുകൾ. 1488 VIPസിനാണ് ഞാൻ ഹാൻഡ് ഓവർ ചെയ്ത. അതിനാണ് ഈ റെക്കോർഡുകളൊക്കെ ഇട്ടിരിക്കുന്നത്. അതൊരു ദൈവാനുഗ്രഹമാണ്, എൻ്റെ ഗുരുവിൻ്റെ ഒരു അനുഗ്രഹം. എൻ്റെ ഗുരു ഗോപാലകൃഷ്ണൻ മാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ കാലത്തിൽ ഞാൻ വന്നിച്ചപ്പോൾ അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചത് ഇതാണ്: നീ എവിടെ ചെന്നാലും രക്ഷപ്പെടും. ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബ്ലെസ്സിങ് ആണ് ഈ ജോൺ എന്ന ജോണാർട്സ് ഇവിടെ ഇരിക്കുന്നത്. എന്നാലും നമ്മുടെ വേദനകൾ മനസ്സിലാക്കാൻ, ഒരു കലാകാരൻ്റെ വേദന മനസ്സിലാക്കാൻ ഇന്നത്തെ ജനത്തിന് അറിയില്ല. അതാണ് വേറൊരു സത്യം. ഒത്തിരിയധികം കഷ്ടപ്പെട്ട് 10-14 മണിക്കൂറുകൾ കഷ്ടപ്പെട്ടൊരു ചിത്രം വരച്ച് പൂർത്തീകരിച്ച് ഒരു എക്സിബിഷൻ പോലും ഞാൻ നടത്താത്തതിൻ്റെ കാരണം എന്താണ്? ഒരു എക്സിബിഷൻ നടത്തുന്ന ഓരോ ചിത്രങ്ങൾക്കും 1-2-3 മാസം കഷ്ടപ്പെട്ട ഒരു ചിത്രം പ്രദർശിപ്പിക്കുമ്പോൾ അത് കാണാൻ വരുന്ന കാണികൾ ഒരു സെക്കൻഡ് നോക്കിയിട്ട് ഇങ്ങനെ പോണതാണ്. ചില എന്താ കലാഭമണി പറഞ്ഞ പോലെ തീ പിടിച്ചാൽ പെട്ടെന്ന് പോകുമെന്ന് പറഞ്ഞ പോലെ ആയിപ്പോകും. അതിനെ ഒന്ന് വിലയിരുത്താനോ അതിനൊന്ന് പ്രശംസിക്കാനോ ഇന്നത്തെ ജനത്തിന് സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവും. ഒരു ഞാൻ ഇപ്പം പിന്നെ വാട്സപ്പിലൊക്കെ ഞാൻ ഓരോ പടങ്ങളൊക്കെ വരച്ചയക്കും. നമ്മുടെ ബുദ്ധിമുട്ടാണ്. അതായത് നിങ്ങളെപ്പോലുള്ളവർ പൊതുജനങ്ങളുടെ സപ്പോർട്ടിലൂടെ ഒരു കലാകാരൻ വളരുകയുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഓരോ ചിത്രം വരച്ചിട്ട് കഴിഞ്ഞാൽ അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, ഒരു ലൈക്ക് അടിക്കാൻ പോലും ഇന്നത്തെ ജനത്തിന് പറ്റുന്നില്ല. അതെന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. കേരളത്തിലെ സഹൃദയരുടെ എണ്ണം കുറഞ്ഞു വരുന്നത് ഒരു കലാ സംസ്കാരം കുറഞ്ഞു വരുന്നതിന് കാരണമാണോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ എല്ലാവരും ഇപ്പൊ ന്യൂജൻ കുട്ടികൾക്കൊക്കെ മൊബൈൽ മതി. ഇപ്പൊ ഞാൻ ചിത്രകല പഠിപ്പിക്കുന്ന ഏതാണ്ട് 50,000-ഓളം കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കൊച്ചിൻ കലാഭവനിൽ 538 അധ്യാപകരെ ഞാൻ സൃഷ്ടിച്ചു വിട്ടതാണ്. കൊച്ചിൻ കലാഭവനിൽ ഡ്രോയിങ് ഡിപ്ലോമ എൻ്റെ സ്റ്റുഡൻസാണ് ഓൾമോസ്റ്റ് എറണാകുളത്ത് വർക്ക് ചെയ്യുന്നതെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അതിനോടൊന്നും ഒരു താല്പര്യമില്ല. ഇപ്പം വീട്ടിൽ ക്ലാസ്സുകളുണ്ടെങ്കിലും ആ കൊറോണ കഴിഞ്ഞ പിന്നെ ക്ലാസ്സുകൾ വളരെ ഡൗൺ ആയിപ്പോയി. ഒരു കുട്ടികൾക്ക് ഇതിനോട് താല്പര്യമില്ല. പിന്നെ ആർക്കാണ്ടാൻ വേണ്ടി ഈ സാമ്പാർ തിളയ്ക്കുന്നു പറഞ്ഞ പോലെയുള്ള ഒരു സംഭവമാണ്. ആർക്കും ഒരു താല്പര്യമില്ല. അതിനൊന്നും വിലയിരുത്താനോ അതൊന്ന് സ്റ്റഡി ചെയ്ത് അതേപോലെ ഒന്ന് ഒബ്സർവ് ചെയ്യാനുള്ള കഴിവ് ഇന്നത്തെ കുട്ടികളുടെ മനസ്സിലേക്ക് വരുന്നത് ഈ മൊബൈലാണ്. അതാണ് ഇന്നത്തെ യുഗം. മൊബൈലിലേക്ക് വന്ന ആ 2 വർഷം കൊറോണ വന്നതോടുകൂടി വിദ്യാർത്ഥികളുടെ പഠനത്തിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെന്നാണ് അധ്യാപകർ തന്നെ പറയുന്നത്. എനിക്കറിയില്ല, എങ്കിലും തീർച്ചയാണ് അത്. എങ്ങനെയുള്ളൊരു മാറ്റമാണ് സാറിന് തോന്നുന്നത് കൊണ്ടുവരണം എന്നുള്ളത്? ഓൺലൈൻ ക്ലാസ് വന്നതോടുകൂടി വളരെ മോശം. ഓൺലൈനിലൊന്നും ഒരു കലയും പഠിക്കാൻ പറ്റിയല്ല. അത് സത്യമുള്ള കാര്യം. നേരിട്ട് പഠിച്ചിട്ട് അല്ലെങ്കിൽ ഞാനിപ്പോൾ 10-35 വർഷമായി ഈ രംഗത്തിറങ്ങിയത്.
ഇന്നും മൈക്കലാഞ്ചലോ, പിക്കാസോ അവരുടെ ഒരു ചിത്രം കോപ്പി ചെയ്യുമ്പോൾ കഴിവ് എനിക്കില്ല. അന്നുപോലെ ഇന്നും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത്. ഇന്നത്തെ കുട്ടികൾക്ക് 4 ദിവസം വരുമ്പോഴേ പറയണം എനിക്ക് പോർട്രേറ്റ് ചെയ്യണം. എങ്ങനെ നടക്കും? അത് പറയുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അവർക്ക് അവരുടെ മൈൻഡ് തന്നെ പോവുകയാണ്. ക്ഷമ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണെന്ന് തോന്നുന്നു. ക്ഷമ കുറഞ്ഞു വരേണ്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലാണ്. 3G 4G 5G പലതും വരുന്നുണ്ടല്ലോ. അതുപോലെ നമുക്കൊരു ചിത്രകാരന് അല്ലെങ്കിൽ ഒരു കലാകാരനോ ചെയ്യാൻ പറ്റത്തില്ല. ഒരു ചിത്രം റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കുമ്പോഴാണോ അതോ ഒരു ക്യാമറ കണ്ണുകൾ കൊണ്ട് കാണാത്ത ഉള്ളിലെ കാഴ്ചകൾ വരയ്ക്കുമ്പോഴാണോ, എപ്പോഴാണ് സാറിന് ആ ഒരു ചിത്രത്തിനോട് കൂടുതൽ ഒരു താല്പര്യം തോന്നിയിട്ടുള്ളത്? ഏത് തരം ചിത്രങ്ങളാണ് ഒരു ഇഷ്ടത്തോടു കൂടി വരയ്ക്കാൻ തോന്നിയിട്ടുള്ളത്? റിയലിസ്റ്റിക് ആണോ അതോ മനസ്സിൽ നിന്നുള്ള ചിത്രങ്ങളാണോ? എനിക്ക് എപ്പോഴും റിയലിസ്റ്റിക്കിനോടാണ്. മറ്റൊന്നിനും മോഡേൺ ആർട്ട് എന്ന് പറഞ്ഞാൽ ആർക്കും വരയ്ക്കാവുന്ന ഒരു ഇത്. കൊച്ചു പിള്ളേർ പറയും അതിൻ്റെ അപ്പുറത്തവനും വരയ്ക്കും മോഡേൺ ആർട്ടെന്ന്. അത് ആർക്കും വരയ്ക്കും. പക്ഷേ മോഡേൺ ആർട്ടിൻ്റെ യഥാർത്ഥ ശൈലികൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആരും വരയ്ക്കുകയല്ല. ഇപ്പോൾ ഒരു നോർമലായിട്ട് ചിത്രം വരയ്ക്കുന്ന ഒരാൾ ഡ്രോയിങ് പഠിച്ചു കഴിഞ്ഞാൽ അതുപോലെ പിന്നെ വരയ്ക്കുകയല്ല. അവൻ ആ തിയറിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. കളർ എന്താണ്, കളർ ഹാർമണി എന്താണ്, പേഴ്സ്പെക്റ്റീവ് എന്താണ്, ഐസോമെട്രിക്കൽ വ്യൂ എന്താണ്, ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്താണ് പേഴ്സ്പെക്റ്റീവ്, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തനും ഒരു ചിത്രം വരയ്ക്കുകയല്ല. ഓരോ കളർ എവിടെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഇതൊക്കെ മൈൻഡിൽ വരുമ്പോൾ നമ്മൾ ഈ നോർമലായിട്ടുള്ള വരകളൊക്കെ തന്നെ നിന്ന് പോകും. ഒരു ചിത്രകാരന് യാത്രയും അതുപോലെ തന്നെ വായനയും അനിവാര്യമാണല്ലോ. എപ്പോഴെങ്കിലും തൻ്റെ കാഴ്ചപ്പാടിന് മാറ്റം വരുത്തിയെന്ന് തോന്നുന്ന ഒരു അനുഭവം, അത് യാത്രയായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വായന ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സാറിന്? ഒരു മാറ്റം വരുത്തിയെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു പുസ്തകമോ യാത്രയോ എന്തെങ്കിലും? ഞാൻ അങ്ങനെ ഈ ഇടയ്ക്ക് ഞാൻ യൂറോപ്പ് കംപ്ലീറ്റ് പോയിരുന്നു. മൈക്കലാഞ്ചലോയുടെ ചിത്രങ്ങൾ കാണാൻ വേണ്ടിയൊക്കെ ഞാൻ അതിനുവേണ്ടി തന്നെ കഷ്ടപ്പെട്ടു പോയി. എനിക്കാണ് ഇന്ത്യയിൽ നിന്ന് തന്നെ ആദ്യമായിട്ട് മാർപ്പാപ്പയുടെ ഒരു ചിത്രം കൊടുക്കുവാനുള്ള ഒരവസരം കിട്ടിയൊരു വ്യക്തിയാണ് ഞാൻ. പടം എല്ലാം വരച്ചു വെച്ച് ടിക്കറ്റ് റെഡിയായി നിൽക്കുന്നു. അരമനയിൽ നിന്ന് എനിക്ക് പെർമിഷനൊക്കെ കിട്ടി. റോമിൽ ചെന്ന് മാർപ്പാപ്പ ഇറങ്ങി വരുമ്പോൾ തന്നെ കൊടുക്കാനുള്ള ഫസ്റ്റ് നമ്പർ വരെയും കിട്ടിയ ഒരു വ്യക്തിത്വമാണ്. ആ സമയത്താണ് കൊറോണ വന്നു. അത് ലാപ്സായി പോയി, എനിക്ക് കയ്യിൽ നിന്ന് പോയി. ഇനി ഇപ്പോൾ ഇന്ത്യയിൽ വരുന്നുണ്ട്, വരുമ്പോൾ ആ ചിത്രം കൊടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞു. ഇനിവേ സാധിക്കട്ടെ സാധിക്കട്ടെ. സാറിൻ്റെ ഫാമിലിയെ കുറിച്ചിട്ട് എങ്ങനെയാണ്? കൂടെ നിൽക്കുന്ന പാർട്ട്ണർ, മെമ്പേഴ്സ്, ബാക്കി എല്ലാവരും ചിത്രകലയോട് വളരെ അടുപ്പമുള്ളവരാണോ? അവർ വരയ്ക്കുമോ? ഫാമിലിയെ കുറിച്ച് ഒന്ന് ഷെയർ ചെയ്യാമോ? ഫാമിലിയുടെ സപ്പോർട്ടാണ് എന്നെ ഇതുവരെ എത്തിച്ചിരിക്കുന്നത്. അവരെല്ലാവരും വരയ്ക്കുന്ന, ഒരാൾ നാഷണൽ അവാർഡ് മേടിച്ച വ്യക്തിയാണ്, മൂത്താള് കാർട്ടൂണിൽ നാഷണൽ അവാർഡ് മേടിച്ചതാണ്. പിന്നെ രണ്ടുപേരും നന്നായിട്ട് വരയ്ക്കും, വൈഫും വരയ്ക്കും. ഞങ്ങളെല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുന്നു. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? ഒരാള് ACCA കഴിഞ്ഞ് EYയിൽ ജോലി കിട്ടി. അടുത്താള് CFA ആണ്. അതിൻ്റെ ഇപ്പം 3rd സെംസിലേക്ക് കയറിയിരിക്കുകയാണ്. പുള്ളി ഇപ്പം മദ്രാസിൽ ജോലി ചെയ്യുന്നു. ഞങ്ങൾ ഗൾഫിലായിരുന്നു. ഞാൻ അവിടുത്തെ രാജകൊട്ടാരത്തിലെ ആർട്ടിസ്റ്റായിരുന്നു. ആദ്യം എനിക്ക് അവിടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിലെ ഡ്രോയിങ് മാസ്റ്ററായിട്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് ഞാനാണ് ഡ്രോയിങ് മാസ്റ്റർ പോസ്റ്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിന് മുമ്പ് അവിടെ ഈജിപ്ഷ്യൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവിടുത്തെ ഒരു ആൾ വഴിയാണ് ഞാൻ രാജകൊട്ടാരത്തിലെ ആർട്ടിസ്റ്റായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. അങ്ങനെ അവിടെ 10-20 വർഷത്തോളം ജോലി ചെയ്തു. വൈഫ് അവിടുത്തെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിലെ നേഴ്സായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നു. ഇപ്പോൾ ഇവിടെ വൈഫ് ജോലി ചെയ്യുന്നില്ല. ഞാൻ ഇപ്പോഴും എൻ്റെ വീട്ടിൽ ക്ലാസ്സുകളായിട്ട് നടക്കുന്നു. പിന്നെ ഞാൻ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ അവിടുത്തെ സ്റ്റാഫിന് വേണ്ടി ഞാൻ ഡ്രോയിങ് ക്ലാസ് എടുക്കുന്നുണ്ട് എല്ലാ ട്യൂസ്ഡേയും. അത് ശരി. കേരളത്തിലെ ചിത്രകാർ നേരിടുന്ന ഒരു വെല്ലുവിളി അങ്ങനെ എന്തെങ്കിലും സാറിന് തോന്നിയിട്ടുണ്ടോ? ചിത്രകാരൻ നേരിടുന്ന വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ സെയിം പിക്ചർ തന്നെ പ്രിൻ്റ് ചെയ്ത് ക്യാൻവാസിൽ പ്രിൻ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് ഈ ഒറിജിനൽ ചിത്രത്തിൻ്റെ വില കിട്ടുന്നില്ല. അപ്പോൾ അവർ പറയണ അവിടെ പോയി മേടിച്ചാൽ ചിലപ്പോൾ നിസ്സാര പൈസയ്ക്ക് പോയി കിട്ടും. ഞാനൊരു ചിത്രം ഒരു പോർട്രേറ്റ് ചെയ്യണമെങ്കിൽ 10-20,000 രൂപ വരും. അതിൻ്റെ പ്രിൻ്റ് എടുക്കണമെങ്കിൽ നമുക്ക് കൂടി വന്ന 5,000 രൂപ, 4,000 രൂപ, 3,000 രൂപ മതി. അങ്ങനൊരു പ്രശ്നം വരുന്നതുകൊണ്ട് കലകളുടെ ആ മൂല്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ എന്നെനിക്കൊരു സംശയമുണ്ട്.
ചായക്കൂട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു ചിത്രകാരനെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീണ്ടും കാണാം. കേരള വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി.